വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നതിൻ്റെ പക്കത്താണ് നിൽക്കുന്നത്. നാം എല്ലാവരും നമ്മുടെ കേരളത്തിലെ ജനത മുഴുവൻ ആഗ്രഹിക്കുന്ന മാറ്റത്തോടൊപ്പം നമ്മളും ആ മാറ്റമെല്ലാം ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം, അതിൽ വേറെ ഒരു പോയിന്റുമില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, എന്താണ് UDFിനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ? ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണമാണ്, വേറൊന്നുമല്ല. ആ ഭരണം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഡെമോഗ്രാഫിക്സ് വെച്ച് എവിടെയൊക്കെ പോയാലും വീടുകളിലൊന്നും കുട്ടികളുണ്ട്, ചെറുപ്പക്കാരില്ല. ഇതൊരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളം ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് വലിയൊരു പ്രോബ്ലം. നമ്മുടെ നാട്ടിൽ കുറച്ച് അടുത്ത 5 വർഷം കഴിഞ്ഞ് മറ്റൊരു ഇലക്ഷൻ ഇതുപോലെ വരുമ്പം ഇതിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കുറച്ച് ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഇവരും കാണത്തില്ല. ഈ പ്രായമായവർ തന്നെ അവർ പ്രായമായി ഇരിക്കുന്നതല്ലാതെ ചെറുപ്പക്കാരെ ആരും, അത് ഏത് പരിപാടി ആയിക്കോട്ടെ, ഏതൊരു കൂട്ടായ്മ ആയിക്കോട്ടെ, അതേ നമുക്ക് കാണുന്നുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലുള്ള സാഹചര്യങ്ങൾ, നമുക്കുള്ള അവകാശങ്ങൾ, നമുക്കുള്ള റിസോഴ്സസ് ഒന്നും നമുക്ക് യഥാർത്ഥമായി കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ അതിന് സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊന്നും യഥാർത്ഥ കൈകളിൽ, അർഹിക്കപ്പെട്ട കൈകളിൽ എത്തിച്ചേരുന്നില്ല. അതിന് ഭരണാധികാരികൾ അതിനൊരു മാർഗമുണ്ടാക്കുന്നില്ല. അവരുടെ തൽപര കക്ഷികളിലേക്ക് അത് പോകുന്നുണ്ട്, പക്ഷെ യഥാർത്ഥ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ ഫ്യൂച്ചർ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ആരോഗ്യരംഗത്ത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത കാര്യമാണ്. എൻ്റെ അപ്പ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അപ്പയുടെ ഒരുപാട് കരുതൽ പദ്ധതികൾ, സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഉതകുന്ന ഒരുപാട് കരുതൽ പദ്ധതികളുണ്ട്. അതിൽ ഒരെണ്ണം പോലും ഇന്ന് കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ വികസനം, ഈ എൻ്റെ അപ്പ തുടങ്ങി വെച്ച് നിർത്തിയ വികസനമല്ലാതെ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന UDF ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കിയ വികസനമല്ലാതെ ഈ 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു വികസനം അവർക്ക് തുടങ്ങി തീർത്തു എന്ന് LDF ഗവൺമെൻറ്റിനെ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. വികസനമായിക്കോട്ടെ, കരുതലായിക്കോട്ടെ, വികസനം 0, കരുതൽ ഉണ്ടായിരുന്നത് എല്ലാം നിർത്തി. അപ്പം ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ആരാ? സാധാരണക്കാരനെ മാത്രമേ ഇതെല്ലാം ബാധിക്കുകയുള്ളൂ. സാമ്പത്തികമുള്ളവൻ അവനവൻ്റെ മക്കളെ വെളിവിട്ട് പഠിപ്പിക്കും, അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ട്, അവർക്കൊരു അസുഖം വന്ന് അവർക്ക് ചികിത്സിക്കാൻ മാർഗമുണ്ട്. സാധാരണക്കാരനാകുമ്പം അവൻ്റെ ജീവിതം എല്ലാം ബുദ്ധിമുട്ടിലാകുകയാണ്. അതെല്ലാം ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ അർഹതപ്പെട്ട കൈകളിലേക്ക് ഒന്നും എത്തുന്നില്ല. പഴയ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താ? ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ സ്കൂളിൽ പോകുമ്പം. അതിൽ ജാതിയോ മതമോ നിറമോ വേറൊരു വ്യത്യാസവും നാം അവിടെ കണ്ടില്ല. സ്കൂളിൽ പോകുന്നു, വരുന്നു, സന്തോഷിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ അതാണോ? മനുഷ്യനെ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ്. രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെ രീതിയിൽ നമ്മളെ വിഭജിക്കാവോ ആ രീതിയിലെല്ലാം വിഭജനം നടന്നിരിക്കുകയാണ്. അത് ജാതിയാകട്ടെ, മതമാകട്ടെ, നിറമാകട്ടെ, വേഷമാകട്ടെ, ഭക്ഷണമാകട്ടെ, എന്തൊക്കെ രീതിയിൽ മനുഷ്യരെ നമുക്ക് മുറിച്ചു മാറ്റാമോ അങ്ങനത്തെ രീതിയിൽ മനുഷ്യരെ മുറിച്ചു മാറ്റിയിരിക്കുക. അത് കേരളത്തിലെ സിറ്റുവേഷൻ ഭേദമായിരിക്കാം, ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ ഭേദമായിരിക്കാം. പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ചെറുപ്പത്തിൽ പഠിച്ച നമ്മൾ, ആ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഇപ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. പഠിച്ചത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ന് അങ്ങനെ ഒരു വാക്ക് തന്നെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അങ്ങനൊരു വാക്ക് നമ്മുടെ സമൂഹത്തിൽ കേൾക്കാറില്ല. പക്ഷെ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യനെ വിഭജിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല മാർഗം മതമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ വിദ്വേഷം ഇടുക. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാക്കിയിരിക്കുകയാണ്. അത് സെൻട്രൽ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ. ഈ ഒരു ഇലക്ഷൻ നമ്മുടെ ഡിസൈഡിങ് ഫാക്ടറാണ്. നമുക്ക് ഇനി അടുത്തൊരു ഇലക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യം, ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, നമ്മുടെ ഡെമോക്രസി എല്ലാവർക്കും അവരുടെ
അഭിപ്രായം പറയാനായിട്ട് അവസരം നൽകുന്ന ആ ഡെമോക്രസി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇത് നമ്മുടെ ഒരു അവസരമാണ്. April 9 പിള്ളേരുടെ പഠിത്തം, അവരുടെ ജോലി, ഏറ്റവും വലുത് എന്തും ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും പോട്ടെ, അവരുടെ സുരക്ഷിതത്വം. ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടോ? രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന കുഞ്ഞ് തിരിച്ച് അതുപോലെ വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഹോസ്റ്റൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത്, 4 വർഷം എഞ്ചിനീയറിംഗ് അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഇന്ന് പക്ഷെ എനിക്ക് എൻ്റെ മകനെ ഹോസ്റ്റലിൽ വിടാനായിട്ടുള്ളൊരു ധൈര്യം എനിക്കില്ല. ആ സിറ്റുവേഷൻ മാറിപ്പോയി, കാലം മാറിപ്പോയി. അവിടെ ചെന്നാൽ എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. ഡ്രഗ്സിൻ്റെ അതിപ്രസരം കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഇത്രയേറെ കൂടിയത്. അത് എവിടെ നിന്ന് വന്നു? ഇതൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്തൊരു ക്രൂരതയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഡ്രഗ്സിന്റെ അതിപ്രസരം, ബാറുകളുടെ എണ്ണം എത്ര ഇരട്ടി, കുടുംബങ്ങളിൽ സമാധാനമില്ല. നേരിട്ടിറങ്ങി ഫൈറ്റ് ചെയ്യാനോ ഇതിനെ ഒരു അറുതി വരുത്താനോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മുടെ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യമല്ല, UDFന്റെ ആവശ്യമല്ല. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ആവശ്യമാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും മക്കളുള്ളവരാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ, പിന്നെ അതുപോലെ തന്നെ അവർ ഈ നാട്ടിൽ നിൽക്കാൻ, ആരും വെളിയിൽ പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പ്രായമായി കഴിയുമ്പോൾ എൻ്റെ മകൻ എൻ്റെ കൂടെ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തൽക്കാലത്തെ സാഹചര്യത്തിൽ അവരുടെ ഫ്യൂച്ചറാണ് ഏറ്റവും നമ്മൾ മുമ്പത്തേക്ക് നോക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു 60-70 അങ്ങനെ ഒരു വയസ്സ് 70-75 വരെയൊക്കെ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും, ഏത് മാതാവും പിതാവും അവരുടെ മക്കളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കും. നമ്മുടെ നാട്ടിൽ പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വികസനവും കരുതലും, ഇന്ന് വികസനമില്ല. എന്തൊക്കെ ഈ കേരളത്തിലെ ഓരോ ജില്ല എടുത്തു നോക്കിയാൽ എന്തൊക്കെ വികസനത്തിന്റെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പോലും അറിയാൻ പോലും ശ്രമിക്കുന്നില്ല. ഒരുപാട് PR-ഉം ബ്രാൻഡിങ്ങും നടക്കുന്നുണ്ട്. ഭയങ്കര അടുപ്പമാണ്. അപ്പയുടെ പ്രിയ ശിഷ്യനാണ്. ഒരുപാട് വർഷങ്ങൾ എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ട് അപ്പയോടൊപ്പം, അപ്പ ഇവിടെ തൃശ്ശൂരിൽ വന്നാൽ സനീഷിനെ വിളിച്ചാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഇവിടുത്തെ ജനപ്രതിനിധിയായി നിന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDFന്റെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ UDF അനുഭാവത്തിലുള്ള സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ഇപ്പം നാം കാണുന്നുണ്ട്, എല്ലാവരും ഒരുപാട് പേര് ക്ലെയിം ചെയ്യും LDF ഗവൺമെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് 10 വർഷം കൊണ്ട് ഒരു പദ്ധതി അവർ കല്ലിട്ട് പൂർത്തിയാക്കിയത് കാണിക്കാൻ സാധിക്കുമോ? ഈ BJP ആണെങ്കിൽ സെൻട്രൽ ക്ലെയിം ചെയ്യുന്നത് എന്താ? 1947 നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന ആരാണ്? അത് ആകെ ഒരു 10-15 വർഷത്തിൽ വേരുറപ്പിച്ച BJP, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ഒരു അധികാരത്തിൽ വന്നിട്ട് ഇത്രയും കാര്യമേ ഉള്ളൂ. അവരാണ് എല്ലാം ക്ലെയിം ചെയ്തെടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും കേരളത്തിൽ LDF അല്ലാതെ ഈ വികസനം ഫുൾ അവർ ചെയ്തു എന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ്, PR-ഉം ബ്രാൻഡിങ്ങുമാണ് നടക്കുന്നത്. ഈ ബ്രാൻഡിങ് അല്ലാതെ ഒന്നും നടക്കുന്നില്ല. വേറെ യഥാർത്ഥമായ പദ്ധതികളൊന്നും കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് സഹായം വരണം എന്നുണ്ടെങ്കിൽ UDF അനുഭാവികളായ സ്ഥാനാർത്ഥികൾ തന്നെ എത്തണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഖജനാവ് കാലിയാക്കി വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുമ്പോഴും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ധിക്കാരിയായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എത്രയോ മഹാരഥന്മാരായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഇടതു വലതു കെ കരുണാകരനും അച്യുതമേനോനും നായനാരും ഒക്കെ കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുപോയ ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളം അതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക കടക്കണിയിൽ പെട്ടു നിൽക്കുകയാണ്. 6 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുകടം. ജനങ്ങൾക്ക് വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതി. നമ്മുടെ ചെറുപ്പക്കാർ
അല്ലെങ്കിൽ യുവജനങ്ങൾ നമ്മുടെ നാട് വിട്ടു പോകുന്നൊരു അവസ്ഥയാണ്. കാരണം തൊഴിലില്ലായ്മ അതുപോലെ വർദ്ധിച്ച ഒരു കാലഘട്ടം, ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മുടെ യുവജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. PSC യെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനങ്ങളുടെ